ജനാധിപത്യത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അവർ ഛത്തീസ്ഗഡിൽ ഓടിയെത്തും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കും. പക്ഷേ അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂരിൽ ഒരു രക്ഷാബന്ധൻ പരിപാടി നടത്തിയാൽ അതിനെ ആക്രമിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല. രക്ഷാബന്ധന് നേരെ ആക്രമണം ഉണ്ടാവാൻ എന്താണ് കാരണം? ഈ രക്ഷാബന്ധൻ എന്ന് പറയുന്ന ഒരു മതം മാറ്റ ചടങ്ങല്ല, നിർബന്ധിത പരിവർത്തന ചടങ്ങല്ല, ഘർ വാപ്പസിയല്ല, മതം മാറിയവരെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയല്ല. ഭാരതമാതാവിൻ്റെ പടമൊന്നും അവിടെ ഉപയോഗിക്കാറില്ല. ഇവിടെ ചരട്, ഒരു ചുവന്ന ചരട് എടുത്തിട്ട് പെൺകുട്ടി ആങ്ങളയുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കെട്ടുന്നു. എന്നിട്ട് നീ എൻ്റെ സഹോദരനാണ്, നീ എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പീഡനങ്ങളിൽ നിന്നും ബലാത്സംഗങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഐക്യദാർഢ്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പ്രകടനമാണ്. ആ ചരട് എന്ന് പറയുന്നത് ഒരു ചരട് ബന്ധം, ഒരു കണ്ണി ചേർക്കലാണ് അവരുടെ സൗഹൃദത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവളെ രക്ഷിക്കും, മറ്റ് പീഡകന്മാരിൽ നിന്നും ഭീഷണികളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാം എന്നൊരു ദൃഢപ്രതിജ്ഞയാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ത്രീയെ സഹോദരിയായിട്ട് സ്നേഹിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുക, സംരക്ഷിക്കാനുള്ള വാസന ഉണ്ടാവുക, അവളുടെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു പ്രചോദനം പുരുഷന്മാരിലുണ്ടാക്കുക, അതുപോലെ തന്നെ സഹോദരിയെപ്പോലെ സ്നേഹിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള അങ്ങനെ ഒരു നാഭീനാളബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരേ രക്തമാണെന്നൊരു തോന്നൽ. സഹോദരി ബന്ധം ഇന്ത്യയുടെ സത്യപ്രതിജ്ഞയിൽ പറയുന്നത് തന്നെയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലെ എല്ലാ ആളുകളും എൻ്റെ സഹോദരന്മാരാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് ഭരണഘടനയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശില്പികളുമൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രതിജ്ഞ തന്നെയാണ്. എത്രയോ കാലം മുതൽ, സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ നമ്മൾ സ്കൂളുകളിൽ ചൊല്ലുന്നതാണ്. അതേപോലെയുള്ള ഒരു പരിപാടി മാത്രമാണ് ഈ രക്ഷാബന്ധൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ വിഭജന വേദന ദിനം അങ്ങനെയൊന്നും ഒരു വ്യാഖ്യാനവും കൊടുക്കാൻ പാടില്ലാത്ത, ഇത് കണ്ടിട്ട് പോലും ചുവപ്പ് കണ്ട കാളയെപ്പോലെ CPMകാർ പ്രതികരിക്കുന്നത് എന്തിന് എന്ന്. അതെന്താ, ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നാം കണ്ടിട്ടുണ്ടല്ലോ കള്ള വോട്ട്, അതോടൊപ്പം തന്നെ വോട്ട് ബൂത്ത് പിടുത്തം, ഈ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, അവിടെ ഒരു പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. സ്വന്തം പാർട്ടി ഗ്രാമങ്ങളിൽ ഫാസിസ്റ്റ് നടപടികളും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്ന് നിലവിളിയാണ്. കണ്ടില്ലേ, മധ്യപ്രദേശിൽ കണ്ടില്ലേ, ഗുജറാത്തിൽ കണ്ടില്ലേ, ഛത്തീസ്ഗഡിൽ കണ്ടില്ലേ, ഓരോ സംസ്ഥാനങ്ങളെ ഓർത്തും നിലവിളിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലങ്ങളിൽ ഈ നിലവിളിക്കുന്ന കാര്യം തന്നെ നടപ്പിലാക്കണമല്ലോ കൃത്യമായി. ഒരു ജനാധിപത്യ രീതിയിൽ CPMന് എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല? ഇത് വാസ്തവത്തിൽ സത്യം പറഞ്ഞും നേര് പറഞ്ഞും നേരെ ചൊവ്വേ പറഞ്ഞും ഇനി ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൻ്റെ അയലത്ത് പോലും എത്താൻ പറ്റുകയില്ലെന്നൊരു ബോധ്യം രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാലിൽ തൂങ്ങി നടക്കുന്ന CPMനും ഒക്കെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി കള്ളം പറഞ്ഞുകൊണ്ട്, നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട്, ടൂൾ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇനി നമുക്ക് വ്യാജ പ്രചാരണങ്ങളിലേക്ക്, പ്രൊപ്പഗാൻഡയിലേക്ക് പോകാം എന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ച് ഈ വോട്ടിലൂടെ എന്ന് മാത്രമല്ല, വോട്ട് ചോരി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ, ആ ഭരണഘടനാ സ്ഥാപനത്തെ വരെ അപമാനിച്ചത്. സുപ്രീം കോടതിയെ അപമാനിച്ചവർക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എതിരെ ഇങ്ങനെ ഒരു അപമാനനം നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ ദേശവിരുദ്ധ ശക്തികളായിട്ട് ഇന്ത്യ മുന്നണി എന്നേ മാറിക്കഴിഞ്ഞിരിക്കുക. നറേറ്റീവുകൾ സൃഷ്ടിച്ച് ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയുടെ ഈ വീര്യം തകർക്കുക, വികസനം നിർത്തുക, മുന്നോട്ടുള്ള പോക്ക് തകർക്കുക, അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യമായിട്ട് വന്നിരിക്കുന്നത്. കൈകൊട്ടിച്ചിരിക്കുമ്പോഴും നമുക്കറിയാം, ഇന്നലെ രക്ഷാബന്ധൻ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടന്നതാണ്. അതിൽ കയറിയാണ് ഇത്തരം ഗുണ്ടായുസം കാണിച്ചിരിക്കുന്നത്. പല പ്രവർത്തകർക്കും, RSS പ്രവർത്തകർക്കും പരിക്കുണ്ടല്ലോ. വാസ്തവത്തിൽ ഛത്തീസ്ഗഡിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ആദിവാസികളെ കണ്ടുകൊണ്ട് നാട്ടുകാർ സാമൂഹിക പ്രതിബദ്ധതയോട് പ്രതികരിച്ചതിനേക്കാൾ വലിയൊരു അപരാധമാണ് കണ്ണൂരിൽ CPMൻ്റെ കേഡറുകൾ ചെയ്തിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യം. ഒരു ചടങ്ങ്, രക്ഷാബന്ധൻ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സുഗമമായി, കേരളത്തിൽ പോലും സുഗമമായിട്ട് നടന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ നോക്കാം, മിക്ക പുരുഷന്മാരുടെയും കൈകളിൽ നോക്കിയ ഒരു ചുവന്ന ചരടുകൾ അവരെ ഏതോ പെൺകുട്ടി ഏതോ കാലത്ത് അവരുടെ കയ്യിൽ കെട്ടിയ ഒരു രക്ഷാബന്ധനാണ്. ആ ബന്ധനം, അവിടെ അങ്ങനെ ഒരു ബന്ധനം ഉണ്ടാവും. ആ ബന്ധനം എന്ന് പറഞ്ഞാൽ സഹോദരൻ സഹോദരി
ബന്ധനാണ്. ഇന്ത്യയിൽ അത് നമുക്കില്ലാത്തതും അതാണ്. ഏത് പെണ്ണിനെ കണ്ടാലും അത് ചരക്കാണ്, അതിനോടൊരു പച്ചക്കാമം തോന്നുക എന്നൊക്കെയുള്ളൊരു സ്ത്രീവിശേഷത്തിലേക്ക് ഇന്ത്യയും പാശ്ചാത്യ സംസ്കാരത്തിൽ അങ്ങനെയാണ്. അതുപോലെ മാറിക്കഴിഞ്ഞു. സഹോദരനെ പോലെ കാണാനുള്ള ഒരു വിശാല മനസ്കത നമുക്കെന്നോ നഷ്ടമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീണ്ടെടുപ്പ് നമ്മുടെ സംസ്കാരത്തിലൂടെ നടത്തുന്നതിനെയും അപലപിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാവരും റഹ്മീസിനെ പോലെ മതം മാറാൻ വേണ്ടി ഭാര്യയെ കൊല്ലുന്ന അല്ലെങ്കിൽ കാമുകിയെ കൊല്ലുന്ന കപാലികന്മാരായിട്ട് മാറണമെന്നാണോ ഇവരെ കണ്ണൂരിൽ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി നമ്മുടെ സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളെയെല്ലാം താലിബാൻകാർ ബൊഹീമിയൻ ബുദ്ധപ്രതിമകൾ തകർത്തതുപോലെ തകർക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ തന്നെ കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ തന്നെ റമദാൻ കാലം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ ഹോട്ടൽ പോലും തുറക്കാൻ സമ്മതിക്കുകയില്ല. കാരണം അവർ നോയമ്പ് തുറക്കുന്ന സമയത്ത് പ്രചോദനാത്മകമായിട്ടുള്ള മണങ്ങളൊന്നും വരാൻ പാടില്ല, ആരും ഒന്നും കഴിക്കാൻ പാടില്ല, പട്ടിണി കിടന്നോണം എന്നുള്ള ഒരു ഏകശാസനം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സംസ്കാരത്തിലേക്ക് വളരെ മുന്നേ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ അത് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. അവിടെ ചുമ്മാതെ സംഘർഷം സൃഷ്ടിക്കുകയാണ്, ഇന്ത്യയെ നശിപ്പിക്കുക. ബ്ലേഡ് ഇന്ത്യ എന്നുള്ള ഭീകരവാദികളുടെ അതേ തന്ത്രം തന്നെയാണ് ഇവിടെ DYFIയും CPM ഒക്കെ സ്വീകരിച്ച് കാണുന്നത്. ഇവിടെ നടന്നത് കണ്ണൂരിൽ മയ്യിൽ ഗോപാലൻ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നടന്നത്. സുനിൽ രജിത്ത് ഇത് വെറും ഒരു ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പോലെ ചോദ്യം ചെയ്യലല്ല നടന്നത്, ആക്രമണം തന്നെയാണ്. സുനിൽ അതുപോലെ രജിത്ത് എന്നീ രക്ഷാബന്ധൻ നടത്താൻ വന്ന ആൾക്കാരെ തല്ലി വിരട്ടുകയാണ്. ഇനിയിപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ വിദ്യാരംഭവും ഇതുപോലെ തന്നെ ഇത് വേണ്ട, ഇവിടെ ഇനി വേണ്ട എന്ന് പറഞ്ഞ് അവർ നിർത്തും. അടുത്തത് നമ്മുടെ ഓണം, അതും വേണ്ട എന്ന് പറഞ്ഞവർ തകർക്കും. പണ്ട് ശ്രീകൃഷ്ണ ജയന്തിയെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചു, പിന്നീട് നടത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം സംസ്കാരത്തിൻ്റെ ആ ബിംബങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ഇനിയിപ്പോൾ അവരങ്ങനെ ഒരു രീതിയിലേക്ക്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യ വിഭജന വേതന ദിനം, ആ വേദന വേണ്ടാന്ന് ഇവരങ്ങ് തീരുമാനിച്ചു. ഇനി അടുത്തതായിട്ട് നിർത്താൻ പോകുന്നത് നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടെന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞപ്പോൾ റിപ്പബ്ലിക് ദിനം വേണ്ട എന്നും ചിലപ്പോൾ അവർ തീരുമാനിക്കാനിടയുണ്ട്. നമുക്ക് 2 ഉത്സവങ്ങൾ മാത്രം മതി, നമുക്ക് റമദാനും ബക്രീദും. ആ 2 ഉത്സവങ്ങളിൽ നമ്മളെല്ലാവരും നോമ്പ് പാലിച്ചുകൊണ്ട് കിടക്കണം. അത് ഈയിടക്കാലത്ത് ചർച്ച ഉയർന്നു വന്നല്ലോ, വേണ്ട, അവരുടെ അവധി മാത്രം കൊടുത്താൽ മതി. തന്നിട്ട് മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയം സ്കൂളുകളിൽ പോയി പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും മതേതരത്വത്തോടു കൂടി കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ്, ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഭജന വേതന ദിനമായിട്ട് ബംഗാളിൽ സൂറാവാദി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് പോകുന്നത് 4000 ഹിന്ദുക്കളെയാണ്. ഹിന്ദുവായി ജനിച്ചു പോയി എന്ന ഒരു കുറ്റത്തിന് വാസ്തവത്തിൽ സംവരണം നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ പിന്മുറക്കാർക്കല്ലേ, അതിൻ്റെ വേദന പേറുന്ന അവരുടെ പിന്മുറക്കാർക്ക്. അതുപോലെ 1.5 ലക്ഷം, അതായത് നാഗസാക്കിയിലും ഹിരോഷിമയ്ക്കും കൂടി ആറ്റം ബോംബുകൾ കൊണ്ട് അമേരിക്കയ്ക്ക് പോലും സാധിക്കാതിരുന്ന അത്രയും മരണങ്ങളാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളായി ജനിച്ചു പോയി എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ രാജ്യത്ത് അനുഭവിച്ചത്. അവരെ കൊന്നുകൂട്ടിയത്. എന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഒന്നും കൊടുക്കാതെ അവരെ കൊന്നും കൊല വിളിച്ചും ഓടി വന്ന് രക്ഷപ്പെട്ടവർ മാത്രം ഇന്ത്യയിൽ എത്താൻ പറ്റി, കയ്യിലൊന്നുമില്ലാതെ. ഇവർക്കൊക്കെ അല്ലേ നമ്മൾ സംവരണം കൊടുക്കേണ്ടത്? ഏതോ കാലത്ത് നടന്നിരുന്ന ഏതോ ജാതി പിശാചുകൾ നടത്തിയ ആ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടി കൂടായ്മയ്ക്കും നമ്മൾ അതിൻ്റെ പേരിൽ ഇന്നും സംവരണം കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ ജീവൻ ഒരു ഹിന്ദുക്കളായി എന്നതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടവർക്കും നമ്മൾ സംവരണം കൊടുക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത കൂടി എനിക്കുണ്ടാകുന്നുണ്ട് ഈ അവസരത്തിൽ. അതിൻ്റെ വേദന കേരളം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർക്കേ അതറിയാൻ പറ്റൂ. ഒരിക്കലും തീരാത്ത വേദനകൾ അത് അത് പോട്ടെ, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സംവരണം കൊടുക്കട്ടെ, അതിൻ്റെ വേദന പേരുന്നവർക്ക്. അതല്ലേ യഥാർത്ഥ സംവരണം അർഹിക്കുന്ന ആൾക്കാർ. ആ സംവരണവും കൊടുക്കണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അവർക്കൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, വസ്തു തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഇവിടെ ഉപേക്ഷിച്ച് പോയി എന്നും പറഞ്ഞ് 60 കോടി രൂപ അന്നത്തെ കാലത്ത് ഗാന്ധിജിയുടെ നിരാഹാര സമരത്തെ തുടർന്ന് ഇന്ത്യക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു, അത് നിങ്ങൾ ആയുധമാക്കി എന്ന് പറയുന്നത് പോലെ, എൻ്റെ കയ്യിൽ പൂട്ടാനൊരു വിലങ്ങു തീർത്തു എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ വിലങ്ങിനല്ല ആയുധത്തിന് വേണ്ടി അത് ഉപയോഗിച്ച് ഇപ്പോഴും ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. RSSനോട് എനിക്ക് യോജിപ്പുണ്ടായിട്ടും RSSൻ്റെ ആശയമല്ല, നമ്മൾ ഈ നേരുകളെ നേരായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അത്തരൊരു സമയത്ത് ഇന്ത്യയുടെ റെലിക്കുകളായിട്ട് അവശേഷിക്കുന്ന ഈ സംസ്കാരത്തിൻ്റെ ഇത്തരം ചിഹ്നങ്ങളെ കൂടി ഇല്ലാതാക്കുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു അജണ്ടയുണ്ട്. അച്യുതാനന്ദൻ തന്നെ പറഞ്ഞതുപോലെ 2047 കേരളം ഒരു ഇസ്ലാമിക സംസ്ഥാനമായി, ഞാൻ പറഞ്ഞതല്ല, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള VS അച്യുതാനന്ദൻ പറഞ്ഞതാണ്. അതിനുള്ള ശ്രമങ്ങൾ
അതിന് ജനസംഖ്യ കൂട്ടുക, അങ്ങനെയുള്ള അടവുകളുടെ ഭാഗമായിട്ടും വേണം, അതിന് CPM ഒത്താശ ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഇതിനെയൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത്. അക്രമങ്ങളിലേക്ക് പോവുകയല്ല, അതിനെതിരെ നട്ടലോടുകൂടി തന്നെ പ്രതിരോധിക്കുക മാത്രമേ ഇതിന് പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.